സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ 1/9 എടുത്ത് അതേ നമ്പറിൻ്റെ 1/10 എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാൽ ദേ ആർ ക്ലോസർ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി 1/10 പകരം 11/100 1/9 കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലോസർ ആണെന്ന് മനസ്സിലാക്കി. 111/1000 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലോസർ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ 1/9 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 111/1000 എന്നാണെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 111/1000 എന്താണ് നമുക്കറിയാം, 0.111. സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഈ സെയിം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഈ ഫ്രാക്ഷൻസിൻ്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1/9 0.111 എക്സെട്ര എന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ 2/9 വാല്യൂ ഓഫ് 2/9 2/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 1/9 എന്ന് എഴുതിക്കൂടെ? 2/9 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, 2 × 1/9. ഇനി ഇവിടെ 2 × 1/9 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട് 0.11. ഓക്കെ, ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.222 എന്ന് കിട്ടും. സിമിലർലി 4/9 ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4/9 ഈസ് ഈക്വൽ ടു 4 × 1/9 എന്ന് എഴുതാം. നമുക്ക് 4 × 1/9 വാല്യൂ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ കിട്ടിയതായിരുന്നു 0.111. ദാറ്റ്സ് ഈക്വൽ ടു 0.444. ഓക്കെ, സെയിം മെത്തേഡാണ് അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 5/9 മീൻസ് 5 × 1/9. That means 5 × 0.111. That's equal to 0.555. ഇനി 7/9 ചെയ്ത് നോക്കിയാൽ 0.777 എന്ന് കിട്ടും. 8/9 ചെയ്ത് നോക്കിയാൽ 0.888 എന്ന് കിട്ടും. നെക്സ്റ്റ് പാർട്ട് 2 ഓഫ് ക്വസ്റ്റ്യൻ 2 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പാർട്ട് 3യിൽ ചോദിച്ചിട്ടുള്ളത് ആഫ്റ്റർ ഡെസിമൽ പോയിൻറ്റ് സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ജനറലായിട്ട് എന്ത് പറയാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് ഒന്ന് അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്തു നോക്കാം. സെക്കൻഡ് പാർട്ട് 2/9 വാല്യൂ എന്തായിരുന്നു? 0.222 ആയിരുന്നു. ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സെട്ര. 4/9 ആയപ്പോൾ 0.444 എക്സെട്ര റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 5/9 ആയപ്പോൾ 0.555 എക്സെട്ര. അപ്പോൾ ഡെസിമലിന് ശേഷം സിംഗിൾ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കേസിലും. അപ്പോൾ ഇങ്ങനെയുള്ള ഡെസിമൽസിൻ്റെ ഫ്രാക്ഷൻ അതിന് ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഇതുപോലുള്ള ഡെസിമൽസിൻ്റെ ഫ്രാക്ഷൻസ് നോക്കൂ. ഇതിലുള്ള ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിനോമിനേറ്റേഴ്സ് എല്ലാം 9 ആണ്. ഓക്കെ, ഡിനോമിനേറ്റേഴ്സ് എല്ലാം 9 ആണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ന്യൂമറേറ്റർ ഈസ് വാരിയിങ് ഫ്രം 1 to 8. കാരണം 1/9 വരുന്ന സമയത്ത് എന്താ വരുന്നത്? 0.111 എക്സെട്ര. അപ്പോൾ 1 വേണമെങ്കിൽ വരാം, 8 വേണമെങ്കിലും വരാം. 8 വന്നു കഴിഞ്ഞാൽ 8/9 വാല്യൂ നമുക്കറിയാം 0.888 എക്സെട്ര. പക്ഷെ 9/9 വന്നു കഴിഞ്ഞാൽ 9/9 ഈസ് 1. ഇറ്റ്സ് നോട്ട് റിപ്പീറ്റിംഗ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇതുപോലുള്ള നമ്പേഴ്സിന് നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? ഡിനോമിനേറ്റർ ഷുഡ് ബി 9 ആൻഡ് ന്യൂമറേറ്റർ ക്യാൻ ബി വാരീഡ് ഫ്രം 1 to 8. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാം? ഫോർ സിംഗിൾ
digit repeating, denominator will be 9 and numerator can be varied from 1 to 8. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ നമ്മൾ ഈ വാല്യൂസിൻ്റെ ഒക്കെ ഡെസിമൽ ഫോംസ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടെ പറയാം. 2/9 എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 2/9 എന്ന് പറഞ്ഞാൽ 2 × 1/9 ആയിരുന്നു. 2 × 1/9 മീൻസ് 0.111 എക്സെട്ര. സോ 2 × 0.11 is equal to 0.222 എക്സെട്ര. ഇതുപോലെ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 2/9 പകരം 1/3 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 1/3. ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1/3 മീൻസ് നമുക്ക് 3/9 എന്ന് എഴുതാം. 1/3 is equal to 3/9. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ന്യൂമറേറ്ററിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 എന്ന് കിട്ടി. സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. 3 × 3 9. സോ 1/3യുടെ ഒരു ഈക്വാലൻറ്റ് ഫ്രാക്ഷനാണ് 3/9. ഓക്കെ, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഡൗട്ട്സ് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്കൊരു ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഈക്വലൻറ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അതിലൊരു പ്രശ്നമില്ല. സോ 3/9 നമുക്ക് ഇവിടെ കിട്ടി. ഇനി നേരത്തെ ഇവിടെ ചെയ്ത അതേ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. 3/9 3 × 1/9 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അടുത്തത് 3 × 1/9 means 0.111 etc. That's equal to 0.333 etc. So the value of 1/3 in decimal is 0.33 etc. ഇനി 2/3യുടെ വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കാൻ കഴിയുമോ? യെസ്. നമ്മുടെ എയിം എന്താണ്? 0.9 ആണ് ഡിനോമിനേറ്റർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 9 ആക്കുകയാണ് വേണ്ടത്. 9 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിനോമിനേറ്റർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്റർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 × 3 9 ആയിട്ട് മാറി ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 × 3 6 ആയിട്ട് മാറി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. 6/9 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് 6 × 1/9 എന്നെഴുതാം. 6 × 1/9 പകരം 0.111 എക്സെട്ര എന്നെഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 0.666 എക്സെട്ര. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക.